ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമ്മൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 18 ഫെബ്രുവരി 2026, ഈ മാസത്തെ 18ാമത്തെ ദിവസം, ഈ വർഷത്തെ 49ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 3ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: എന്താണ് മൗനത്തിൻ്റെ പ്രകാശം നമുക്ക് തരുന്നത്? എന്താണ് മൗനത്തിൻ്റെ പ്രകാശം നമുക്ക് തരുന്നത്? ഈ വലിയ നോമ്പിൽ നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തുന്നുവെങ്കിൽ, നാം മൗനം പാലിക്കുന്നുവെങ്കിൽ, സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കുന്നുവെങ്കിൽ, അതും വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നുവെങ്കിൽ, സത്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൃത്യമായി നമുക്കറിയാൻ മേലാത്തതിനെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഊഹാഭോഗങ്ങൾ പറഞ്ഞത് നമ്മൾ അതിനെ വിസ്തരിച്ച് പറയുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. നമുക്ക് കൃത്യമായി അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുവാൻ പാടില്ല. തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിസ്താര സമയത്ത് അല്പം പോലും സംസാരിക്കാതെ വളരെ ശാന്തനായി അവിടെ കഴിയുന്നത് നമുക്ക് ഏവർക്കും അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മൗനത്തിൻ്റെ വിശുദ്ധി തീവ്രമായി യേശുവിൽ പ്രതിഫലിക്കുന്നത് പീഡാനുഭവത്തിലും കാൽവറിയിലുമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മൗനം ആത്മീയ പക്വതയുടെ സുവർണ കവചമാണ്. തുളച്ചു കയറുന്ന വാചാലത മൗനത്തിനുണ്ട്. അചഞ്ചലമായ മനസ്സിൻ്റെ വെടിപ്പിൽ മുദ്രയാണ് മൗനം. മഹായോഗികൾ അധികം സംസാരിക്കാറില്ല. സംസാരിച്ചാലും മനസ്സ് മൗനത്തിലായിരിക്കും. വാക്കിൻ്റെ രൂപവും ഭാവവും എപ്പോഴും രുജുവായിരിക്കും. മൗനത്തിൻ്റെ അഗാധതയിലും വിശുദ്ധിയുടെ തപശക്തിയിലും പ്രകാശം പരത്തുന്നത് സഹനത്തിൻ്റെ സുവിശേഷമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അവൻ വായ തുറക്കാതിരുന്നു. യേശു ഒന്നും ഉത്തരം പറഞ്ഞില്ല. യേശു മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു എന്ന് നമുക്ക് യേശു അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല എന്നും 4 സുവിശേഷങ്ങളിൽ നിന്നും നമ്മൾ അതുടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഈ യേശു ഒന്നും സംസാരിച്ചില്ല എന്നുള്ള ആ രത്നച്ചുരുക്കം ആ 4 സുവിശേഷങ്ങളിലും തൻ്റെ വിസ്താര സമയത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. യേശു ഉത്തരം പറഞ്ഞില്ല. യേശുവിൻ്റെ വിസ്താരത്തിലും ക്രൂശാരോഹണത്തിലും പ്രകടമായത് ദീർഘമായ മൗനമാണ്. ക്രൂശാരോഹണത്തിലെ 6 മണിക്കൂറുകൾ യേശു സംസാരിച്ചത് 7 പ്രാവശ്യം മാത്രം. അത്യന്തം ഹൃദയഭേദകമായ ക്രൂശിലെ മൊഴികൾ അനശ്വര വചനങ്ങളാണ്. ഇവ ഗ്രീക്കിൽ 41 വാക്കുകൾ മാത്രം, ഇംഗ്ലീഷിൽ 58 വാക്കുകളും. ഇത് ഉച്ചരിക്കുവാൻ 1 മിനിറ്റ് മാത്രം മതി. കാൽവറിയിലെ 6 മണിക്കൂറിൽ യേശു 5 മണിക്കൂറും 59 മിനിറ്റും സമ്പൂർണ്ണ മൗനത്തിലായിരുന്നുവെന്ന് നമുക്ക് ആ സുവിശേഷവും നമ്മുടെ പിതാക്കന്മാർ എഴുതിവെച്ചിരിക്കുന്നതായ ആ ചരിത്രവും വായിക്കുമ്പോൾ മനസ്സിലാകും. യേശുവിൻ്റെ വിചാരണ വെള്ളിയാഴ്ച രാത്രി 2-ന് ആരംഭിച്ച് രാവിലെ 10 വരെയുള്ള 8 മണിക്കൂറായി ഗണിച്ചിട്ടുണ്ട്. പ്രധാനമായും 6 വിചാരണകൾ നടന്നതിൽ യഹൂദ മതാധികാരികളായ അന്നാസും കയ്യാഫാവും സന്നിധി സംഘവും യേശുവിനെ കുറ്റക്കാരനായി വിധിച്ചു. എന്നാൽ റോമൻ ഭരണാധികാരികളായ പീലാത്തോസും ഹെരോദോസും നടത്തിയ 3 വിചാരണകളിൽ യേശു നിരപരാധി എന്ന് കണ്ടെത്തി. വിചാരണയിൽ വളരെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന യേശു അധിക സമയവും നിശബ്ദനായിരുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തെ മൗനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഭാവമായി 4 സുവിശേഷകരും ചിത്രീകരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലെ പീഡിത ദാസ വിവരണങ്ങൾ സുവിശേഷ രചനകളിൽ പ്രതിഫലിക്കുന്നു. യേശുവിൻ്റെ വിസ്താരത്തിലും ക്രൂശാരോഹണത്തിലും മൗനിയായ യേശുവിൻ്റെ വാഗ്മയ ചിത്രമാണ് നാം അവിടെ കാണുന്നത്. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തിയപ്പോഴും മഹാപുരോഹിതൻ നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് ആക്രോശിക്കുമ്പോഴും യേശുവിനെ കാണുവാൻ വളരെ കാലമായി ആഗ്രഹിച്ച ഹെരോദാവ് യേശു അടയാളങ്ങൾ നടത്തുന്നത് കാണുവാനായി ഏറിയോ എന്ന് ചോദിച്ചിട്ടും യേശുവിന് ഉത്തരം നിശബ്ദമായിരുന്നു. കള്ളസാക്ഷികൾ എഴുന്നേറ്റു.
ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. സങ്കീർത്തനം 35:11 പറയുന്നു. എന്നാൽ ദർശനവും വായി തുറക്കാതെ ഇരുന്നിട്ടും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലുവാൻ കൊണ്ടുപോവുകയും കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും ആയി എന്നെ എന്ന പ്രവചനം യെശയ്യാ 53:7-8 വാക്യങ്ങളും യാഥാർത്ഥ്യമായി. വിസ്താരത്തിൽ യഹൂദ ഭരണാധികാരികൾ, പീലാത്തോസ്, ഹെരോദാവ് എന്നിവരുടെ മുമ്പിൽ യേശു ദീർഘമായ മൗനം പാലിച്ചു. നാടുവാഴിയുടെയും ഭരണാധികാരികളുടെയും ആരോപണങ്ങൾ യേശു തിരസ്കരിച്ചു. യേശുവിന്റെ മൗനം കണ്ട് പീലാത്തോസ് ഭയപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു, അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാണ് സുവിശേഷകർ എഴുതിയിരിക്കുന്നത്. വിചാരണയിൽ യേശു ശാരീരികമായും മാനസികമായും പീഡനമേറ്റു തീവ്രമായി ഞെരുക്കപ്പെടുന്ന പീഡിത അവസ്ഥ യേശുവിന്റെ മൗനത്തിൽ പ്രകടമായി എന്ന് യെശയ്യാ പ്രവചനം 31-4 വാക്യത്തിലും സങ്കീർത്തനം 38:13, 14, 39:1-2 പറഞ്ഞിരിക്കുന്നതായി നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും. യേശു ഉത്തരം പറഞ്ഞില്ല എന്നതിനേക്കാൾ വിസ്താര സമയത്ത് യേശുവിന്റെ മൗനത്തിന്റെ സന്ദേശമാണ് പ്രധാനം. വാദമുഖങ്ങളുടെ ജീർണിച്ച നേർക്കാഴ്ചകൾക്ക് പകരം മൗനത്തിന്റെ വിശുദ്ധി ജീവിതത്തിൽ സംവേദിപ്പിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. യേശുവിന്റെ മൗനത്തിൽ നിറഞ്ഞ് ദൈവരാജ്യ മൂല്യങ്ങളുടെ വാഗ്മിത്വമാണ് നാം ഇവിടെ കാണുന്നത്. പരിഹാസങ്ങളിൽ മൗനം വാചാലമായി. പരസ്യ ശുശ്രൂഷയിൽ യേശു പീഡാനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ശിഷ്യരെ ദൗത്യത്തെ നയിച്ചപ്പോൾ പഠിപ്പിച്ചത് എതിർപ്പുകൾ വന്നാലും അവിടെ നിന്ന് പോകുമ്പോൾ കാലിലെ പൊടി തട്ടിക്കളവീൻ എന്നാണ്. വാദകോലാഹലങ്ങളെ തിരസ്കരിക്കണമെന്നും സ്വയശിക്ഷണം ആത്മനിയന്ത്രണവും ശിഷ്യർക്ക് അനിവാര്യമാണെന്നും പ്രബോധിപ്പിച്ചു. വിസ്താരത്തിലും കാൽവറിയിലും യേശു പുലർത്തിയ മൗനം ആത്മസംയമനമാണ്. യേശു സംസാരിച്ചാൽ അത് പന്നികൾക്ക് മുമ്പിൽ എറിയപ്പെടുന്ന മുത്തുകൾ പോലെ ആകുമെന്ന് കണ്ട് മൗനത്തിൽ പുത്തൻ അർത്ഥതലങ്ങൾ നൽകി. പീഡാനുഭവത്തിന് യേശു സ്വയം സമർപ്പിച്ചതിനാൽ ആരോപണങ്ങളിൽ നിശബ്ദനായി. അപഹാസ്യങ്ങൾ ശാന്തമയമായി സഹിക്കുന്ന നീതിമാനും നിഷ്കളങ്കനുമായ യേശു സഹനദാസനായി എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാവും. മൗനത്തിന്റെ വിശുദ്ധിയിൽ ആത്മശരീര മനസ്സുകൾക്ക് ലഭ്യമാകുന്ന അഗാധവും സമഗ്രവുമായ നിശബ്ദതയാണ് പ്രധാനുഷ്ഠാനത്തിൽ വളർത്തിയെടുക്കേണ്ടത്. ദീർഘമൗനങ്ങളിൽ താൽക്കാലികമായ പരാജയങ്ങൾ ഉണ്ടാകുമെങ്കിലും വിജയമായിരിക്കും ആത്യന്തിക ഫലം. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, മൗനം എന്നിവയിൽ ദൈവം മനുഷ്യബന്ധം അഗാധമാക്കുന്നു. മൗനത്തിലൂടെ ദൈവീക പ്രശാന്തതയിലെത്തുന്ന മഹാമൗനമാണ് ആത്യന്തികമായി ലഭ്യമാക്കേണ്ടത്. മൗനത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിലേക്ക് വളരെ അടുക്കുന്നു. മൗനി ദൈവവുമായി രഹസ്യമായി സംസാരിക്കുന്നു. ദൈവം മൗനിക്ക് വെളിച്ചം പകരുന്നു. ഇത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം അനാവശ്യമായി സംസാരം നിർത്തിയിട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് നമുക്ക് ഒരു അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കുക. ബാക്കിയുള്ള സമയം വചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി ശുഭചിന്ത മാത്രം ചെയ്യുകയും ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി സ്വർഗത്തിൽ ഒരു അവകാശിയായി തീരുന്നതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ നോമ്പിൻ്റെ 3-ാമത്തെ ദിവസം ഇതേവരെ ആർക്കെങ്കിലും അതിനു വേണ്ടി തയ്യാറാകാൻ സാധിച്ചില്ല എങ്കിൽ ഇത് ഒരു അവസരമായി ഉപയോഗിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഒരു അവകാശിയാകത്തക്കവണ്ണം നാം ദൈവത്തിങ്കിലേക്ക് അടുത്ത് അവൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പ് ആചരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.